ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രീസ് മാത്രമാണ്. ജസ്റ്റ് അതിന്റെ ഒരു കൺസെപ്റ്റും ഓരോ ട്രാൻസാക്ഷൻസ് വരും. കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ പോകാം. മൈസെൽഫ് അരുൺ കുമാർ. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക, ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾ ട്രേഡർ അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മാൻ അല്ലെങ്കിൽ ഓണർ ഓഫ് ദ ബിസിനസ്, ഇയാളുടെ അക്കൗണ്ട് ആണ് ഏത് അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓണറും ബിസിനസ്സും എന്താണ്? രണ്ടും രണ്ട് വ്യക്തികളാണ്. ഓക്കെ, നമ്മൾ ആരാണ്? നമ്മൾ അക്കൗണ്ടന്റ് ആണ്, അല്ലെ? നമ്മൾ ആരുടെ അക്കൗണ്ട്സ് ആണ് നോക്കുന്നത്? നമ്മൾ നമ്മുടെ ബിസിനസിന്റെ അക്കൗണ്ട്സ് ആണ് നോക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ബിസിനസിന്റെ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് ബിസിനസിന്റെ ബുക്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ബിസിനസിന്റെ ബുക്സിലെ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ആണ് ഏത്? ക്യാപിറ്റൽ. ഏത് വ്യക്തിയുടെ? സോൾ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ബിസിനസ് മാന്റെ അക്കൗണ്ട് ആണ് ഏത്? ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പം ആ ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഒന്നാമത്തത്, അഡീഷണൽ ക്യാപിറ്റൽ അയാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതായത് ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ക്യാപിറ്റൽ എന്താകും? ഇൻക്രീസ് ആകും, അല്ലെ? ക്യാപിറ്റൽ എന്താകും? ഇൻക്രീസ് ആകും. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് ഇമ്പാക്ട് ആണ് സംഭവിക്കുക? അതിന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതായത് ഓണറുടെ ക്യാപിറ്റൽ എന്തായി കൂടി? 1,00,000 ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന, ഒരു 50,000 കൂടി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാല് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താകും? 1,50,000 ആയിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ശരിയാണല്ലോ? ഓക്കെ. രണ്ടാമത്തത് ഡ്രോയിങ്സ്. അതായത് അതേ ഓണർ തന്നെ അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഗുഡ്സ് ആകട്ടെ അല്ലെങ്കിൽ ക്യാഷ് ആകട്ടെ, ഏതുമായിക്കോട്ടെ, വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ യൂസിനാണെങ്കിൽ അതിന് നമ്മൾ എന്ത് എന്ന് പറയും? ഡ്രോയിങ്സ് എന്നാണ് പറയാം. അപ്പൊ അങ്ങനെ ഡ്രോയിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ക്യാപിറ്റൽ എന്താകും? കുറയും, അല്ലെ? ക്യാപിറ്റൽ എന്താകും? ഡിക്രീസ് ആകും. ക്യാപിറ്റൽ ഡിക്രീസ് ആകുന്ന നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലിന് വരുന്ന ഇമ്പാക്ട് എന്താണ്? ഡെബിറ്റ് ഇമ്പാക്ട് ആണ് വരുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടുള്ള ജേർണലൈസിങ്ങും അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ജേർണലൈസിങ്ങും നമ്മൾ തുടക്കത്തിൽ ജേർണൽ എൻട്രിയുടെ പോർഷന്റെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അതിന്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം? രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ എന്ത് ചെയ്യാം? കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഡ്രോയിങ്സ് നമുക്കറിയാം, ഡ്രോയിങ്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഓർഡർ എന്ത് ചെയ്യും? പണം പിൻവലിക്കാം. അപ്പൊ അങ്ങനെ പിൻവലിക്കുന്ന സമയത്ത് നമുക്കത് അറ്റ് എ ടൈം തന്നെ, അതാത് ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അതിനെ പോസ്റ്റ് ചെയ്യുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ഇത് ഡ്രോയിങ്സ് അക്കൗണ്ട്. എന്നിട്ട് ഇയർ എൻഡിൽ അല്ലെങ്കിൽ മന്ത് എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡ്രോയിങ്സ് അക്കൗണ്ടിലെ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരിട്ട് എവിടേക്ക് കൊണ്ടുപോയി ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനിയാണ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ആരാർക്ക് കൊടുക്കുന്നു? അവിടെയാണ് ഇതിന്റെ പ്രസക്തി, അല്ലെ? അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആർക്ക് കൊടുക്കുന്നതാണ്? ബിസിനസ് ഹാസ് ടു പേ, അല്ലെ? ഇത് ആർക്ക് കൊടുക്കുന്നതാണ്? ബിസിനസ് ഹാസ് ടു പേ ടു ദ ഓണർ, അല്ലെ? ഓണർക്ക് ബിസിനസ് കൊടുക്കുന്നതാണ്. അതായത് ഓണർക്ക് ഓൾറെഡി ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ക്യാപിറ്റൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതിന്, ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് അത് മാന്യമായ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നതായിരിക്കും? തരുന്നതായിരിക്കും, അല്ലെ? അപ്പൊ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ബിസിനസിന് ഇതെന്താണ്? എക്സ്പെൻസ് ആണോ? ഇൻകം ആണോ? ഇത് ബിസിനസിന് എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇത് ബിസിനസിന് എന്താണ്? ദിസ് ഈസ് ആൻ എക്സ്പെൻസ് ടു ദ ബിസിനസ്, അല്ലെ? ബിസിനസിന് എന്താണ്? എക്സ്പെൻസ് ആണ്. എന്നാൽ ഓണർക്ക് ഇത് എന്താണ്? ഇൻകം തന്നെയാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും, അല്ലെ? അപ്പൊ അതായത് ബിസിനസ്മാൻ, അതായത് നമ്മളുടെ സോൾ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്മാൻ അല്ലെങ്കിൽ നമ്മുടെ ഓണർക്ക് ഇത് എന്താണ്? ഒരു വരുമാനമാണ്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താവാണ്? കൂടുകയാണ്. പക്ഷെ അതേസമയം നമ്മളുടെ ബിസിനസ്സിന് ഇത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് അതിനെന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. എന്നാൽ അതേസമയം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിന് കൂട്ടുന്ന ഐറ്റമാണ്. പക്ഷെ അതേസമയം അത് ക്യാപിറ്റൽ അക്കൗണ്ടിനെയാണ് കൂട്ടുന്നത് കേട്ടോ. അല്ല ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻക്രീസ് ആവുക എന്നല്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇമ്പാക്ട് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ മുകളിൽ ഇമ്പാക്ട് ആവും. അഡീഷണൽ ക്യാപിറ്റൽ വന്നാൽ ക്യാപിറ്റൽ കൂടും, ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യും. ഡ്രോയിങ്സ് വന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ അവിടെ പറയുന്നത്. ഓക്കെ, അതായത് ഇമ്പാക്ട് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്ന സമയത്ത് ഓണറുടേതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓണർക്ക് എന്താവാണ്? ക്യാപിറ്റൽ ഇൻക്രീസ് ആവാണ്. അപ്പൊ അങ്ങനെ ഓണർക്ക് ക്യാപിറ്റൽ ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ. നമുക്ക് ഇവിടെ നോക്കാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്താണ് ഇവിടെ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10,000 എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസ്സിന് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതേസമയം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ഇമ്പാക്ട് ആ? ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്? ഇൻക്രീസ് ആവുകയാണ്. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും നമ്മളുടെ ജേർണൽ എൻട്രി വരിക? എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? ഇൻട്രസ്റ്റ് ഓൺ capital, interest on capital account debit to capital account. Amount എത്രയാണ്? 10,000. നരേഷൻ കൂടി എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ വരിക എന്നുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നിങ്ങൾ മനസ്സിലാക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താ? ഓണറുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിൻവലിച്ചാണ്. ഓണറുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിൻവലിച്ച ഒരു എമൗണ്ട് ആണ് ഏത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ബിസിനസ് നിന്ന് പണം പിൻവലിച്ചു. അപ്പൊ ബിസിനസ് എന്തായിട്ട് കണക്കാക്കുന്നത്? ബിസിനസിന് വിഡ്രോവൽ ആണ് അല്ലെ. നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിച്ച് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസിന് എന്ത് കിട്ടണം? ഇൻട്രസ്റ്റ് കിട്ടണം. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് നമ്മൾ ബിസിനസ് ഇൻട്രസ്റ്റ് തരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിന്റെ മുകളിൽ ബിസിനസ് ഇൻട്രസ്റ്റ് തരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിൻവലിക്കുന്ന എമൗണ്ടിന്റെ മുകളിൽ ബിസിനസിന് എന്ത് ചാർജ് ചെയ്യാൻ അവകാശമുണ്ട്? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ അവകാശമുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമൗണ്ട് അല്ലെങ്കിൽ ദിസ് ബിസിനസ് ഹാസ് ടു ബി റിസീവ്ഡ് അല്ലെ. ഇത് എന്തിനുള്ളത്? ആർക്ക് കിട്ടാനുള്ള? ബിസിനസ് ഹാസ് ടു ബി റിസീവ്ഡ്. ഇത് ബിസിനസിന് കിട്ടാനുള്ളതാണ് അല്ലെ. ഇത് ബിസിനസിന് എന്താണുള്ളത്? കിട്ടാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബിസിനസിന് ഇത് എന്താണ്? ഇതൊരു ഇൻകം ആണ്. ഇൻകം ടു ബിസിനസ് ആണ്. അതായത് അങ്ങനെ ഇൻകം ആണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈ ബിസിനസിന് ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അവിടെ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ബിസിനസ്സിനാണ് ഇത് എന്ത്? ഇൻകം. അതേസമയം ഓണർക്ക് ഇത് എന്താണ്? എക്സ്പെൻസ് ആണ്. ബിസിനസ്സിന് ഇത് എന്താണ്? ഇൻകം ആണ്. പക്ഷെ ഓണർക്ക് ഇത് എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പം എങ്ങനെയായിരിക്കും ഇതിനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇമ്പാക്ട് വരിക എന്നുള്ളതാണ്. നമ്മൾ നോർമലി നേരിട്ട് പോയിട്ട് ഏത് എൻട്രി എഴുതും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലിന് കുറയാണല്ലോ ചെയ്യുക അല്ലെ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക ടു ഏത്? ബിസിനസിന് ഇൻകം ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈ എൻട്രി എന്താണ്? തെറ്റാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കോളം കൂടി കൊടുത്തു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് കോളം കൊടുത്തു. നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ട് കുറയ്ക്കും. അപ്പൊ അതെന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് എന്ത് ചെയ്യണം? നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? രേഖപ്പെടുത്താൻ പറ്റില്ല. ദിസ് ഈസ് എ ഫാൾസ് വൺ. ഇത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന പെർസ്പെക്റ്റീവ് നേരത്തെ ഡ്രോയിങ്സ് അക്കൗണ്ടിൽ എന്താണോ ചെയ്തത്, കാരണം ഡ്രോയിങ്സ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്ത കാര്യം എന്താണ്? മൊത്തം ഡ്രോയിങ്സിനെ ഈ രണ്ടിൽ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ആ പെർസ്പെക്റ്റീവ് അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് അക്കൗണ്ടിനെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഇന്ന് ഡ്രോയിങ്സ് അക്കൗണ്ട് ടോട്ടൽ ആണ് ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നത്? എവിടേക്ക് എടുക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എടുക്കുന്നത്. അതായത് ഏത് ഇമ്പാക്റ്റിൽ വരും? ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഇമ്പാക്റ്റിൽ തന്നെയാണ് അറൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏത് അക്കൗണ്ടിലേക്കാണ് നേരിട്ട് കൊണ്ടുപോവുക? ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്ക് അല്ലെ. അപ്പം ഡ്രോയിങ്സ് അക്കൗണ്ടിൽ നമ്മളുടെ എക്സ്പെൻസ് എന്താണ്? കൂടുകയാണ്. അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്ത് ക്യാപിറ്റൽ വീണ്ടും കുറയ്ക്കുകയാണ് അല്ലെ. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഏത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. എമൗണ്ട് എത്ര അവിടെ കാണിച്ചിരിക്കുന്നത്? 1000 and 1000. ഓക്കെ, നരേഷൻ പ്രൊവൈഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് ക്യാപിറ്റലിന് അവിടെ നേരിട്ട് കാണിക്കുന്നത്? കാരണം ഡ്രോയിങ്സ് അക്കൗണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഡ്രോയിങ്സ് അക്കൗണ്ടിനെ നമ്മൾ ഈ റെന്റിൽ ഏറ്റവും അവസാനം എപ്പോൾ കൊണ്ടുപോകും? ഈ റെന്റിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ടോട്ടൽ ഫിഗർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇയർ എൻഡിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ടുള്ള 2 ജേർണൽ എൻട്രീസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഹോപ്പ് എവരിതിങ് ഇസ് ക്ലിയർ. ഇതുപോലെ കൺസെപ്റ്റിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് വാല്യൂബിൾ ആണ്, കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതേപോലെ തന്നെ മാക്സിമം ഈ ക്ലാസ്സുകൾ മറ്റുള്ള സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യമാണോ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേതെങ്കിലും ടോപ്പിക്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. മൈസെൽഫ് അരുൺ. ഓക്കെ.